അങ്ങനെ കണ്ടപ്പോഴാണ് ഈശ്വര ഇത്രയും ഭംഗിയിൽ എനിക്ക് എന്നെ ആദ്യമായിട്ട് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായിരുന്നു. ഞാനിത് പുകഴ്ത്തണോണ്ടൊന്നും വിചാരിക്കരുത്. എനിക്കത് കണ്ടിട്ട് കരച്ചില് വരുമായിരുന്നു. ഐ മീൻ കണ്ട് ഇത്രയും ഭംഗിയുണ്ടോ എനിക്ക് ഈശ്വര, ഞാൻ തന്നെയാണ്, ഞാൻ പോലും എന്നെ ഇത്ര വൃത്തിയിൽ കണ്ടിട്ടില്ല. ഈ ആണായിട്ട് വരുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു മുഖമായിട്ട് വന്നു. ചിത്രശലഭമാകാനും മേഘമാലയാകാനും പാവയാകാനും പറവയാകാനും. റൊമാൻറ്റിക് ആയിട്ട് പറയൂ, അത് റൊമാൻസ് ആണ്. ശരി ശരി ശരി. ഞാൻ ഗന്ധർവൻ. അങ്ങനെ കൊണ്ട് വെച്ചിരുന്ന ആ ഡയലോഗ് അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇത് ഇങ്ങനെ വരുന്നൊന്നും എനിക്കും തോന്നിയിട്ടില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം സർജിക്കൽ സ്ട്രൈക്ക് വിത്ത് നോ മിസ്റ്റേക്ക്. നോ മിസ്റ്റേക്ക്, അതന്നെ എല്ലാം റിവീൽ ചെയ്തു. ഡയലോഗാണ് അത്, നമ്മൾ പറഞ്ഞതല്ല. ഇങ്ങനെ ഞങ്ങളെ പടത്തിന് ജസ്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അത്ര വലിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. കുറച്ച് പേര് റിവ്യൂ പറയുന്നുണ്ട് ഭയങ്കര ഇന്റലക്ച്വൽ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോക്കാക്കി കളയുന്നതാണെന്നൊക്കെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊന്നും അല്ല. ശരണ്യാണ് നമുക്കപ്പോൾ. ഹായ് ശരണ്യ. ഹായ്. ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സദാരാമ എന്നാണ് ക്യാരക്ടർ. സദാരാമായിട്ട് മറിഞ്ഞു വീഴുന്ന സീനിലുണ്ടല്ലോ, കോസ്റ്റ്യൂം വിത്ത് കോസ്റ്റ്യൂമിലില്ലേ, എന്തൊരു സുന്ദരിയാണെന്നറിയാമോ കാണാൻ. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില കോസ്റ്റ്യൂംസ് ഒക്കെ മാറി വരുമ്പോൾ ഞാനിങ്ങനെ ഈ പെണ്ണ് കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ കോസ്റ്റ്യൂമിൽ എന്തല്ലോ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ആ മറിഞ്ഞു വീഴുന്ന കട്ട് അറിയാമല്ലോ, 2 കട്ടാണ്. ഈ കാലത്തെ ഇങ്ങനെ കട്ട് ചെയ്ത്, അതായത് പസിലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഈ സമയത്ത് സിനിമ കാണുന്ന സമയത്ത് എവിടെയെങ്കിലും കണക്ട് ആവാതിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം സിനിമ ഫുള്ളായിട്ട് ഇന്നലെ ആയിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു ആ പസിലിന്റെ ഒരു ഗെയിം രതീഷിന്റെ? ആക്ച്വലി ഈ പടത്തില് ഈ പസിലിന്റെ ഗെയിം രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. എല്ലാവരുടെ കയ്യിൽ റെഫറൻസ് ബുക്ക് ആ സ്റ്റോറി ഉണ്ടാവും, അത് നോക്കിയിട്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. രതീഷ് ഏട്ടൻ മാത്രം അത് കഴിഞ്ഞിട്ട് ഇത് ഈ സീൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ജമ്പ് ഇങ്ങനെ വരും. അപ്പോൾ അല്ലല്ല ബാക്കി എല്ലാവർക്കും ഡൗട്ടാണ്, നമുക്ക് ആർക്കും ഒന്നും കിട്ടില്ല. നമ്മൾ കുറേ റെഫർ ചെയ്യും, തലേന്നെല്ലാം റെഫർ ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കണക്റ്റ് ആവുക. പിന്നെ രതീഷ് ഏട്ടൻ പിന്നെ എനിക്ക് ഞങ്ങളെപ്പോലെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് തലവേദന എടുക്കണ്ട വിചാരിച്ചിട്ട് പുള്ളി നമുക്ക് ഔട്ട്ലൈനാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ്ടിരിക്കാൻ, അവനവൻ്റെ കയ്യിൽ നിന്നൊന്നും ഇടാണ്ടിരിക്കാനായിരിക്കും രതീഷ് ഏട്ടൻ നമുക്ക് അധികം ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. സ്റ്റോറി എന്താണ്, ജസ്റ്റ് ഔട്ട്ലൈൻ ഇതാണ്, ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഇതാണ് സീൻ. അപ്പം ഇന്ന സീൻസൊക്കെ ഈ പീരീഡിലാണ് വരുന്നത് നമുക്ക് ഓൾറെഡി ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം പാഷനേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് തിയറി പോലെ നമ്മൾ പഠിച്ചു വെക്കും. ഓക്കെ ഈ സീനൊക്കെ ഈ ടൈം പീരീഡിലാണ്, ഓക്കെ അപ്പോൾ ഇനി ഇതിന് കോസ്റ്റ്യൂം, അങ്ങനെ നമുക്കൊക്കെ കുറച്ച് എളുപ്പ വഴിയാണ്. ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ ടെൻഷനോടുകൂടി ചെയ്യേണ്ട സ്റ്റഫാണെങ്കിൽ എനിക്ക് തോന്നുന്നു രതീഷ് ചേട്ടൻ അത് ആ കറക്റ്റ് രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്, നമ്മൾ പോലും അറിയില്ല. സോ നമ്മൾ എഫേർട്ട് ഇടും, പക്ഷേ എഫേർട്ട്ലെസ്ലിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ടൈം പീരീഡിൻ്റെയും ഇതിൻ്റെ ഇന്നർ സീൻസിൻ്റെ സ്ക്രീൻ പ്ലേയുടെ കുറേ പ്രഷറും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി ഒന്നും നമ്മുടെ തലയിലൊന്നും അത്രയും തന്നിട്ടൊന്നുമില്ല. വളരെ റിലാക്സ്ഡ് ആക്കിയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ചില സീൻസിൽ ഒരു പാനിങ് ഷോട്ട് ആയിരിക്കും, ആ പാനിങ് ഷോട്ട് എൻ്റെ ഒന്നതിന് മുമ്പ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കാലം വേറെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു കളറാണ്, വേറൊരു കളറാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ എഡിറ്റർ ഭയങ്കരമായിട്ട് ഈ തലയുമായിട്ട്, രതീഷിന്റെ തലയുമായിട്ട് ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ച് നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ കട്ടും എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പുറത്തും കൂടെ ചോദിച്ചിട്ട് വേണം എഡിറ്റിംഗ് ടേബിളിൽ ചെയ്യാൻ. എനിക്ക് ആകാശ് തോമസ് ആണ് അത് ചെയ്യുന്നത്, അസാധ്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഭയങ്കര രസമായിട്ട് ഈ കാലത്തെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ ചില സ്ഥലം വരുമ്പോഴത്തേക്ക് ഈ ആലോചന അമിതമായി പോയെന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വ്യഗ്രതപ്പെട്ട് ആലോചിക്കില്ലേ, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇത് അതെന്താ അങ്ങനെ? പക്ഷെ ഇത് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് തല പുകഞ്ഞിരുന്നത് അത്രയും കാണേണ്ട കാര്യമില്ല. വന്നിരിക്കുക, ആ തുടക്കം തൊട്ട് ആ ഒരു ഫ്ലോ കിട്ടും. ജസ്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അത്ര വലിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. കുറച്ച് പേര് റിവ്യൂ പറയുന്നുണ്ട് ഭയങ്കര ഇന്റലക്ച്വൽ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോക്കാക്കി കളയുന്നതാണെന്നൊക്കെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതൊന്നും അല്ല, ഇരുന്ന് അങ്ങ് വൈബ് ചെയ്ത് നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം. ചുമ്മാ കേൾക്കുക, കാണുക. നല്ല ഡിഫറെന്റ് പീരിയഡ് ആണെങ്കിൽ പോലും ജമ്പിങ് അതൊക്കെ കാണിക്കുന്നൊക്കെ വളരെ രസകരമായിട്ടാണ് കാണിക്കുന്നത്. പുതിയ കാലത്തിന്റെ മേക്കിംഗ് സ്റ്റൈലാണ്, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്, പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, പിന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ആകാശ് അതൊക്കെ തന്നെയാ പറഞ്ഞോണ്ട്. ആകാശ് ശരിയാണ്, ആകാശ് ഒരുപാട് തല മെലിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടേട്ടന്റെ ആളാണല്ലോ, അപ്പം നമ്മുടെ വിവേകാക്ഷന്റെ ആളാണല്ലോ, അപ്പൊ അതിന്റെ എല്ലാ സാധനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ രതീഷ് ചേട്ടൻ ഓക്കെ ആയിരുന്നു.
തോളോട് തോൾ ഇപ്പൊ പറഞ്ഞ പോലെ നിന്നായിരുന്നു. കുറെ ആളുടെ നല്ല കഴിവ് ഇപ്പൊ കാണാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളി മനുഷ്യനാണ്. ചാരുലതയുടെ ഏറ്റവും നല്ല ആക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഡയലോഗിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ മാത്രം അടിച്ചു വാരിയാൽ വില്ലേജ് ഓഫീസ് വൃത്തിയാവില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്കറിയാം പെട്ടെന്ന് എന്താണ് വില്ലേജ് ഓഫീസിൽ നമ്മളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം. അത് വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ തിയേറ്ററിൽ അസാധ്യമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ആ ഡയലോഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചിരിക്കുന്നതേ, ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് അവർക്കും കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഈ അതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തിയപ്പോൾ കുറെ പുതിയ ആൾക്കാർ ഇത് കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയലോഗ് ഇപ്പൊ ചെറിയ ഇത്രയേ ഉള്ളൂ. ഞാൻ മാത്രം വിചാരിച്ച വില്ലേജ് ഓഫീസ് വൃത്തിയാവത്തില്ല എന്നുള്ള സാധനം പറയുന്നത് അതിന്റെ ഉള്ളിലത്തെ സാധനം തന്നെ കഥ തന്നെയാണത്. കഥയാണ്, അതിനകത്ത് ഓരോ അംശങ്ങളായിട്ട് ഇട്ട് കൊടുത്തേക്കാണ് ഈ ഡയലോഗ് വൈസിൽ. പക്ഷെ അത് അവർക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷമുണ്ട് ആൾക്കാർ കിടക്കുമ്പോൾ. ഒരു 80% ആൾക്കാർ അത് ആ തിയേറ്ററിൽ 80% ആൾക്കാർക്കും 100% ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ പെർഫോമൻസ് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ആദ്യമായിട്ട് ആൾക്കാർ ഇത്രയും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഓരോ വേഷത്തിൽ പല വേഷം ഞാൻ അതിനകത്ത് ചാരുലതയായിട്ടും സദാരമയായിട്ടൊക്കെ വരുന്നുണ്ട്. സദാരമയാണെങ്കിൽ കൂടി അതിനകത്ത് ആൺവേഷമുണ്ട്, താടിയുള്ള വേഷമുണ്ട്, പെൺവേഷമുണ്ട്. അപ്പോൾ പല ലുക്കിലും ഡിഫറെൻറ്റ് ടോണപ്പാണ്, ടോൺ ഡൗണിങ് ആണ്. പല ഇത് ചെയ്യുമ്പോൾ ഭയങ്കര രസമുണ്ട് എന്നെ കാണാൻ. ആൻഡ് പെർഫോമൻസ് വൈസ് വരെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ആണായിട്ട് വരുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു മുഖമായിട്ട് വന്നു. അതെ. അത് ലിറ്ററലി എന്റെ ചേട്ടന്റെ ഫേസ് പോലെ. എനിക്ക് എന്റെ ചേട്ടന് സെയിം ഇതേ ഫേസാ, തടി മീശയും വെച്ച എന്റെ ചേട്ടൻ തന്നെ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. സോ ഓഡിയൻസ് ലൈക്ക് ദേ വർ അപ്രീഷിയേറ്റിംഗ്, ദേ വർ ക്ലാപ്പിംഗ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ നാടകത്തില് പോസ് പിടിച്ചുള്ളൊരു നിപ്പുണ്ട് ഇങ്ങനെ, അത് ക്യാരക്ടറായിട്ട്. കാരണം അങ്ങനെ ഒരു കാലത്തിലെ നാടകമാണല്ലോ അത് പറയുന്നത്. ആ പറയുന്ന സമയത്ത് രാജാവും ഒക്കെയാണല്ലോ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നാടകത്തിന്റെ ആ സാധനം സ്റ്റൈല് പിടിക്കുന്ന, പിന്നെ ഒപ്പം കുറെ നാടകക്കാരുണ്ട്. എന്താ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ഏട്ടൻ ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. രതീഷ് ഏട്ടൻ നമ്മുടെ ആർട്ട് ഫ്രെയിം എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ്യൂം തരുമല്ലോ. കോസ്റ്റ്യൂം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലാവും, കഥയുടെ ഔട്ട്ലൈൻ അറിയാം. ഓക്കെ, ഇത് പി പീരീഡ് ആണെന്ന് നമ്മൾ ഇത് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്, ഒന്നും പറഞ്ഞു തരത്തൊന്നുമില്ല. ഓക്കെ, ഇതാ പി കാലഘട്ടത്തിലാണ്, വേഷം ഇതാണ്. അപ്പോൾ എന്നോട് രതീഷ് ഏട്ടൻ പറഞ്ഞു അവിടെ പോയി നിൽക്കും കുഞ്ഞ്. പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ആർട്ടിസ്റ്റിനൊക്കെ രതീഷ് ഏട്ടൻ എല്ലാത്തിനും പിടിച്ചിരുത്തും. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഓൾറെഡി ആ രതീഷേട്ടൻ കൊടുക്കുന്ന എനർജി ഉണ്ട്. പിന്നെ പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളി വർക്ക് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും കിട്ടും. ആ ഒരു പ്രൊഫഷണൽ സാധനം അത് കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെ നിൽക്കണ്ടേന്നോ നടക്കണ്ടേന്നോ ഒന്നും പറഞ്ഞു. നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും റോങ്ങാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയുമായിരിക്കുമല്ലോ, മോളെ കുറയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി പറയും. ഇത് ഒന്നും പറയില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്കും കോൺഫിഡൻസ് ആണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ധാരണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ കൂടി ഔട്ട്പുട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ ഇതൊക്കെ നന്നായിട്ട് വന്നു. എൻ്റെ വിചാരം ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഓവറാക്കാണ്. എന്നെ എന്താ പറയുക കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ കറക്റ്റ് ആവില്ലായിരിക്കും. അതുകൊണ്ട് എന്നെ വിട്ടതായിരിക്കും. എനിക്കൊന്നും സജഷൻ ഒന്നും പറയാത്തത് അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ ഭയങ്കര സന്തോഷം. അതുപോലെ കാലവും കഥാപാത്രങ്ങളും ഒക്കെ മാറി വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ നിങ്ങളുടെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയത് യുവ നടിയെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം മാറുന്നുണ്ട്. ആ വൈഡിലും രസമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ഒരു പെണ്ണ് ബോൾഡായിട്ട് അഭിപ്രായം പറയുന്ന ഒരു ചാരുലത അവിടെ നിന്ന് ജനിക്കുന്നതാണ്. ഒരു കല അങ്ങനെ ഒരു പെണ്ണിനെ ഉയർത്തുന്നതാണ്. ആ ഒരു സാധനം നമുക്ക് കിട്ടണുണ്ട്, മനസ്സിലായോ? അത് ഭയങ്കര രസമായിട്ട് ആ ബോൾഡ്നെസ് കാണിക്കുമ്പോൾ അത് സാധാരണ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ്. ഒരു ബോൾഡ്നെസ് കാണിക്കുന്ന ഒരു പെണ്ണ് അങ്ങനെ അടുക്കളയിലല്ല, അവള് സ്വയം തീരുമാനം എടുത്ത് അത് പറയുന്നു. അത്രയും പേരുടെ ഇടയ്ക്ക് ആ പെണ്ണ് തീരുമാനം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ, ഭയങ്കര സഹായിക്കും. അവിടെ തന്നെ സുരേഷൻ പറയുന്നുണ്ട്, ചാരുവട്ടത്തി മറ്റേ ഡാൻസ് പ്രോഗ്രാം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് കമന്റ് ഇടുകയും ചെയ്തു. എന്നാ നാടകത്തിന് പെണ്ണിനെ കൊടുക്കാൻ താല്പര്യമില്ല, അത് കമന്റ്, അത് കറക്റ്റ് എല്ലാത്തിനും എല്ലാം ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് പോലെ എടുത്ത് വെച്ചേക്കാണ് സപ്പോർട്ടിങ് ഇതായിട്ട്. സോ അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, വളരെ രസകരമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പറയാണ്ട് പറയുന്ന ആ പൊളിറ്റിക്സ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്, പല പെർസെപ്ഷനിലായിട്ട് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അല്ല, ചില കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അയാള് നമ്മുടെ രാജേഷിന്റെ ക്യാരക്ടർ സുരേഷൻ
വേഷം കെട്ടിയിട്ട് ബസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഇത് എവിടേക്കാണ്, പാർലമെന്റിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ മൻ കി ബാത്ത് പ്രധാനമന്ത്രിയുടെ പരിപാടി അല്ല ആണെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പം അത് റേഡിയോയിൽ പോകുന്ന ഒരു പരിപാടിയാണ് മൻ കി ബാത്ത്, അത് അറിഞ്ഞുകൂടാത്തവർക്ക് ചിലപ്പോൾ അതിന്റെ കണക്ഷൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ചില ലെയറുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ എങ്ങനെയായിരുന്നു ശരണ്യ കാണുന്ന സമയത്ത് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു? എനിക്ക് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, മൻ കി ബാത്ത് എന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ റേഡിയോ ഇതിലൂടെ മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പല ഇതായിട്ട് നമ്മൾ എന്തായാലും അവിടെ ഇവിടെ ആയിട്ട് കേട്ടിട്ടുണ്ട്, പല മീഡിയ ചാനലിലൂടെ, പേപ്പറിലാണെങ്കിലും റേഡിയോ ആണെങ്കിലും. സോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതേപ്പറ്റി അവെയർ ആണെന്നുള്ള ധാരണ തന്നെയാണ് എനിക്കുള്ളത്. അത് മാത്രമല്ല തിയേറ്ററിൽ ഞാൻ പോയപ്പോൾ ഇതിനൊക്കെ നല്ല കയ്യടി തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ആൾക്കാർ വെൽക്കം ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് അത്രയും കൂടി അവെയർ അല്ലാത്ത ആൾക്കാരാണ് ഇവിടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ഒരിക്കലും ഇല്ല. അവർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. ആ ധാരണ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മള് ഡയറക്ടർ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത്. തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ചുറ്റുപാട് ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് മനസ്സിലായി, കാരണം അത് ഡിഫറെന്റ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉള്ളവരാണ്. കാരണം അവർ കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഭയങ്കര രസമായിട്ട് കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ട്, അതിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നതിലും പിന്നെ ഒരു ഡയലോഗ്, അസാധ്യ ഡയലോഗാണ്. ഞാൻ ആ ഡയലോഗ് വായിക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു ഡയലോഗാണ്, പക്ഷെ അതെനിക്ക് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കാരണം ഞാൻ പറയാം. ചിത്രശലഭമാകാനും മേഘമാലയാകാനും പാവയാകാനും പറവയാകാനും. റൊമാൻറ്റിക് ആയിട്ട് പറയൂ, അത് റൊമാൻസ് ആണ്. ശരി ശരി ശരി. ചിത്രശലഭമാകാനും മേഘമാലയാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. ഇത് സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും ഇത് ആരാണ് ശബ്ദം നൽകിയെന്നറിയാമോ ആ പടത്തില്? ഞാൻ ഗന്ധർവനില്. ഓ, ഞാൻ ഗന്ധർവന്റെ. അയ്യോ, ഓർക്കണില്ല. ഇത് ശരിക്കും പത്മരാജൻ സാറിന്റെ ശബ്ദമാണ്. സാറിന്റെ ശബ്ദം ചില സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സീസൺ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ഈ ഡയലോഗ് സാറാണ് പറയുന്നത്. സാറ് ഭയങ്കര ആകാശവാണിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ ഡയലോഗ് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങ് ഇരിക്കാൻ വയ്യെന്ന് പറയുന്ന സാധനമില്ലേ, അത് ആദ്യം ഈ രാജേഷിന്റെ ക്യാരക്ടർ സുരേഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ഇത് രണ്ടാമത് കോമിക്കായിട്ട് വരില്ലേ, അങ്ങനെ കൊണ്ട് വെച്ചിരുന്ന ആ ഡയലോഗ് അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തത്. എന്നിട്ട് ആ അതെ മ്യൂസിക് ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പൊട്ടി പൊട്ടി ചിരിക്കും. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഇല്ലേ, ഭയങ്കര രസമായിട്ട്. അയാളൊരു മനുഷ്യൻ, വർക്ക് ചെയ്യുന്ന മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ രാജേഷ് ഏട്ടൻ എന്ത് നന്നായിട്ട് അത് പെർഫോം ചെയ്തത്. ഓരോ സീൻസും രാജേഷന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദ വേ ഹി വാക്സ് നോ ഇൻ ഈച്ച് ആൻഡ് എവറി സീൻ, അത് തന്നെ ഡിഫറെന്റ് റിതമാ. പുള്ളിയുടെ ക്യാരക്ടർ എത്ര വ്യത്യസ്തമായിട്ട് അതിനകത്ത് എടുത്ത് നിൽക്കുന്നത്. ഞാൻ മൂവി കണ്ടിട്ട് എൻ്റെ തലയുടെ കുറേ നേരം സുരേഷൻ തന്നെയായിരുന്നു. സുരേഷൻ, ഐ മീൻ ബീങ് ആൻ ആക്ടർ, സുരേഷന്റെ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ തലയിൽ ശരിക്കും ഉള്ളത്. സുരേഷനും സുമലതയും ഉള്ളപ്പോഴും ചാരുലതയുടെ ക്യാരക്ടർ ഫുൾ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നാടകത്തിൽ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു രീതിയിൽ കഥ മനസ്സിലാക്കി തരുന്നത് നാടകവും കൂടെയാണല്ലോ. ഈ കാലം ഇങ്ങനെ മാറുമ്പോഴും ഇത് ഇയാളുടെ കഥ മാത്രമല്ലല്ലോ, മറ്റേയാളുടെ കഥയും കൂടെ കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ കഥ പറയുന്നത്. മൊത്തത്തിലൊരു ഈ കൊളാഷ് ആണല്ലോ ഈ സാധനം, പസിലാണല്ലോ. ഇതൊക്കെ നമ്മൾ പെറുക്കിയെടുത്ത് വെക്കേണ്ട ചില അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് അല്ല കേട്ടോ. പടം രസമായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങളും ത്രൂ ഔട്ട് പോകുന്നുണ്ട്. അപ്പം ഈ പല സ്ഥലത്തും നിങ്ങളുടെ നിപ്പില്ലേ, ഓരോ സ്ഥലത്തും ഓരോ നിൽപ്പുകളാണ്. കുടുംബത്തിനകത്ത് നിൽക്കുന്നത്, പിന്നെ കുളിമുറിക്കകത്ത് നിൽക്കുന്നത്. കുളിമുറിക്കകത്ത് ദേവിയാണോ ഏതാണ് പാട്ട്? ദേവി. അതെ അതെ, ക്ലൂവിന്റെ ക്ലൂ ആണോ പേരാണോ എന്നൊക്കെ അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളിയാണ്. അതൊന്നും പറയാൻ പാടില്ല. ഈ തമാശകള് പലതും രണ്ടാമത്തെ വട്ടം കാണുമ്പോഴത്തേക്ക് വേറൊരു അർത്ഥവും കൂടെ കിട്ടുന്ന കുറേ തമാശകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചില കാര്യങ്ങളിൽ അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഓപ്പൺഹൈമറിൻ്റെ സാധനം നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് വളരെ ലൈറ്റായിട്ടാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ലൗഡ്ലി പറയുന്ന കോമഡികൾക്ക് പകരം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊഴുമൻ രാജീവനെ കൊണ്ടുവന്ന സമയത്ത് ആദ്യം തന്നെ അയാളെ കാണിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ ആള് വന്നത് പോണ്ട് ഈ, കാരണം ഈ സിനിമയ്ക്ക്
ആധാരമായത് ആ മനുഷ്യനാണല്ലോ. ആ മനുഷ്യനാണ്, അത് ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ അങ്ങനെ പ്ലേസ് ചെയ്താലേ അത് കറക്റ്റ് ആയിട്ട് അത് ലാൻഡ് ആവുള്ളൂ. ചില സാധനം അങ്ങനെ സട്ടിലായിട്ട് പറയാണ്ട് പോകുമ്പോൾ വേറെയും കുറച്ച് സീൻസ് ഉണ്ട്, ഹംപിയുടെ ഒക്കെ സീൻസ് ഉണ്ട്. സോ അതൊക്കെ പറയാണ്ട് പറയുമ്പോൾ ശരിക്കും അത് എടുത്ത് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ ചില സീൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ചില ഇതുപോലെ സട്ടിലായിട്ട് ഓരോ ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ചില ആക്ഷൻസ് വരുമ്പോൾ തന്നെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതൊക്കെ ശരിക്കും ആൾക്കാരെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വിടുന്നുണ്ട്. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് അവിടെ തന്നെ കൊള്ളിക്കുന്നുണ്ട്. മുദ്രാവാക്യങ്ങളും പാട്ടുകളും ഒക്കെ ചില സീൻസിൽ നമുക്ക് തോന്നും ഇത് വേണ്ട. അതായത് ഒരു സീനിൽ നാടകത്തിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. അതായത് ആ സീൻ ശരിക്കും നാടകമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സാധനമാണ് അവിടെ നാടകത്തിന്റെ സാധനം കേൾക്കുന്നത്. ഇത് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും? തലയിൽ എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, രാജേഷ് ചേട്ടനാണെങ്കിലും രതീഷ് ചേട്ടനും, മൂവിയിൽ നീ ത്രൂ ഔട്ട് ഉണ്ട്, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പക്ഷെ കഥയുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് സുരേഷിൻ്റെ സുമലതയുടെ കഥ മാത്രമേ പറയുമ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ എന്നെ പക്ഷേ ഡെയിലി നമ്മൾ സെറ്റിൽ പോകുന്നുണ്ട്, നമ്മൾ കോസ്റ്റ്യൂം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ കണ്ടല്ലോ, ഫുൾ നാടകക്കാരാണ്, വളരെ നല്ല മനുഷ്യരും വളരെ നല്ല നാടുമാണ് പയ്യന്നൂർ. അപ്പോൾ നമ്മൾ രാവിലെ ചെല്ലുന്നു, കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, പാട്ട് അത് ഇത്, ഷോട്ട് വിളിക്കുമ്പോൾ നമ്മൾ പോയി ഷോട്ട് ചെയ്യുന്നു, സീൻ ചെയ്തിട്ട് നമ്മൾ വരുന്നു. അതും എഫേർട്ട്ലെസ്ലിയാണ്, ഭയങ്കര ഫണ്ണാണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ഷോട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മുന്നേ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും, എന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പിടിക്കുന്ന, അല്ലാണ്ട് വർക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് അങ്ങനെയല്ല. പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടെന്നെങ്കിൽ എനിക്ക് തോന്നണില്ല എന്താണുള്ള, കാരണം കഥ നറേറ്റ് ചെയ്യുമ്പോൾ ചാരിലത് എന്താണ്, ഏതാണ്, ആരാണ്, അങ്ങനെ ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ഒക്കെ നമുക്ക് നമ്മുടെ സ്പേസ് തന്നേക്കുക പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഇതെല്ലാം കേട്ട് എന്താ ധാരണ കിട്ടുക വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്തോ, ദേ ട്രസ്റ്റ് മീ. സോ ഐ തിങ്ക് ഐ ഓൾസോ ഷുഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ലാരിറ്റി ഇല്ലാണ്ട് ആദ്യം വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേടിയായിരുന്നു. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറും അല്ല, ഒന്നുമല്ല, ആകെ ചെയ്തേക്കുന്ന വിരലുണ്ടാവുന്ന കുറച്ച് മൂവീസാണ്. പിന്നെ അവന് കുറച്ച് ഞാൻ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എനിക്ക് തോന്നുന്നു അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അതും കൂടിയിട്ടാണ് ആദ്യം ഇവർ നോക്കിയിരുന്നത്. ചാരുലത എന്നുള്ള ക്യാരക്ടർ നോക്കിയത് കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തുള്ള തിയേറ്റർ ആർട്ടിസ്റ്റിനെ ആയിരുന്നു, പെർഫോമൻസിനാണ് നോക്കിയിരുന്നത്. പിന്നെ അത് ഓപ്പൺ ഓൾ കേരള ഇതായി ഓഡിഷൻ കോൾ കൊടുത്തപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണ് എന്നെ അവർ ADC വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നതും നാടകത്തിൻ്റെ. അപ്പം ഞാനും വിചാരിച്ചു ത്രൂ ഔട്ട് ഉണ്ട്, എന്തായാലും ഇവർ രണ്ടൊരു സ്റ്റോറിയാണ്, ഇതിനകത്ത് ഞാൻ എന്താ പാട്ട് കാണിക്കുക, ഇതിൻ്റെ കണക്ഷൻസും എന്തൊക്കെയാണ്, നമ്മൾ ഡയലോഗ് വൈസേ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള ഇൻ്റർപ്രിട്ടേഷൻസും സബ് ടെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് ഓഡിയൻസിലേക്ക് എത്തുന്നത്, ഈ വർക്കൊന്നും അവരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാനും ആലോചിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ത്രൂ ഔട്ടൊക്കെ വെറുതെ ഇതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചാൽ ഇന്നത്. ഞാൻ പിന്നെ മൂവി റിലീസാവുന്നവരെ കണ്ടിട്ടുമില്ല. ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇതിങ്ങനെ വരുന്നൊന്നും എനിക്കും തോന്നിയിട്ടില്ല. ഇന്നലെ കണ്ടപ്പോഴാണ് ഈശ്വര ഇത്രയും ഭംഗിയിൽ എനിക്ക് എന്നെ ആദ്യമായിട്ട് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, സുന്ദരിയായിരുന്നു. ഞാനിത് പുകഴ്ത്തണോണ്ട് ഒന്നും വിചാരിക്കുന്നത്, നിങ്ങൾ ആ കോസ്റ്റ്യൂമിൽ കാണുന്ന സമയത്തുണ്ടല്ലോ ആ ഒറ്റ ഷോട്ടും മതി, ഓക്കെ ഇന്ന് വീട്ടിൽ പോവാം. എനിക്കത് കണ്ടിട്ട് കരച്ചില് വരുമായിരുന്നു. ഐ മീൻ ഇത്രയും ഭംഗിയുണ്ടോ എനിക്ക് ഈശ്വര, ഞാൻ പോലും എന്റെ ഇത്ര വൃത്തിയിൽ കണ്ടിട്ടില്ല. പെർഫോമൻസ് വൈസ് ആയാലും അതെ, ഭയങ്കര ദിസ് ചാരുലത സദാരമ ക്യാരക്ടർ ഇസ് വെരി ഡിഫറെന്റ് ആൻഡ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഇനി നമ്മൾ സദാരമയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, സുരേഷിനും സുമലതയും ഇവിടെ നിൽപ്പുണ്ട്. ഇവരുടെ ഒരു റൊമാൻസ് ഉണ്ട്, ഇതിന് പാട്ടുകളും ഒക്കെ കൂടെ ഒരുക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ആ നാടും സുരേഷിനും പിന്നെ കളർ ഡ്രസ്സ്, എല്ലാ കളർ ഡ്രസ്സ് ഉപയോഗിച്ചിരിക്കുന്നില്ല, കണ്ണെടുക്കാൻ തോന്നൂല. അവരുടെ ഡ്രസ്സ് പല കാലഘട്ടത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയാ. സാധാരണക്കാരിടുന്ന വേഷമുണ്ട് പല കാലഘട്ടത്തിലും, നമ്മുടെ കോമൺ ഡ്രസ്സ്. പക്ഷെ അതല്ലാണ്ട് കുറച്ചും കൂടി അതിനകത്ത് ഒരു ഡിഫറൻസ്, ഒരു അറ്റയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ കാവന്താഴം വീട്ടിലുകാരുടെ ഓരോ കോസ്റ്റ്യൂം നോക്കുമ്പോൾ അമ്മൂമ്മയാണെങ്കിൽ ഇടുന്ന കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻഡ് ക്ലോത്ത് പോലെ തോന്നും നമുക്ക്, അങ്ങനത്തെ ഒരു സാധനമാണ്. അതെല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട്, അതെല്ലാം ആൾക്കാരുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം സർജിക്കൽ സ്ട്രൈക്ക് വിത്ത് നോ മിസ്റ്റേക്ക്. നോ മിസ്റ്റേക്ക്, അതന്നെ എല്ലാം റിവീൽ ചെയ്തു. ഡയലോഗാണ് അത്, നമ്മൾ പറഞ്ഞതല്ല. ഇങ്ങനെ ഞങ്ങളെ പടത്തിന് പക്ഷെ അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് സ്ഥലങ്ങളിലാണ്. അതാണ് ഭയങ്കര രസമുള്ളത്. ഇനിയുള്ളത് പാട്ടുകളെ കുറിച്ച് പറയലാണ്.
അതായത് പാട്ട് ഇപ്പോൾ വൈശാഖ സൂണൻ എഴുതിയിരിക്കുന്ന വരികളിൽ പല സ്ഥലത്തും ഇപ്പോൾ ഓരോ വയലും കളിയിടം എന്ന് പറയുന്ന സ്ഥലത്തും ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് ചില ഇറോട്ടിക് സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മൂഡിൽ കണ്ടുപോകും. പക്ഷെ രണ്ടാമതാണ് നമ്മൾ എന്തോ ഒരു സാധനം കൂടെ ഇല്ലേ, രണ്ടാമതൊന്നും കാണേണ്ടതില്ലേ, അപ്പൊ പാട്ട് പ്ലേ ചെയ്ത് നോക്കി, ആഹാ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അതിനകത്തുനിന്ന്. ഇല്ല, നമ്മൾ പണ്ട് ഈ പഴയ കവിതകളൊക്കെ കുറെ വായിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആദ്യം ഭയങ്കര നേച്ചറിസ്റ്റിക് ആണല്ലോ, അടിപൊളി നല്ല ഫിലോസഫി. പക്ഷെ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ ഒരു സാരാംശം എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പല ഇതിലേക്കും റിലേറ്റ് ചെയ്യാം. ഇതുപോലെ സെൻഷ്വൽ സാധനത്തിലേക്ക് പോകാം, എറോട്ടിക് സാധനത്തിലേക്ക് പോകും. അപ്പോൾ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആവും. ഈ പാട്ടുകളും അതേപോലെ ഉണ്ട്. നമ്മളിത് കൂടുതൽ കേൾക്കുന്നോറും പല പല കാര്യങ്ങളിലേക്ക് പോയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കുറെ പുതിയൊരു ഇമാജിനേഷൻ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. എറോട്ടിക് ആവാം, ഭയങ്കര കുറെ കൂടി ഫിലോസഫിക്കൽ ആകാം, കുറെ റൊമാൻറ്റിക് ആകാം, കുറെ സാധനങ്ങൾ അത് പിന്നെയും ഇന്നർ മീനിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ ആൾക്കാരിലേക്ക് അത് എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, അതായത് സുരേഷിനും സുമലതയും കുറച്ചുകൂടെ ഒന്ന് ഇന്റിമേറ്റ് സീൻസ് കുറച്ചുകൂടെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ. കോളേജിന്റെ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ സ്പോയിലർ ആവില്ല, ദയവായിട്ട് ഇന്റർവ്യൂ ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടതിന് ശേഷം കാണുക കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയണ്ട, പക്ഷെ എങ്കിലും അത് കുറെ കൂടെ വേണമെന്നായിരുന്നു എൻ്റെ ഒരു. ശരിയാണ്, അത് സംവിധായകന്റെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ആ ഡെപ്തിൽ അവർ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ആ പഴയ പടത്തിന്റെ തുടർച്ചയാണല്ലോ ഈ രണ്ട് ക്യാരക്ടേഴ്സും റിയൽ സ്പിൻ ഓഫ് ആണ്. മൊത്തത്തിൽ അതല്ല അങ്ങനെ അല്ലെങ്കിലും. അപ്പം ഇവര് കുറച്ചുകൂടെ ഒന്ന് അടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന്, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു വേറെ ഏതെങ്കിലും സീനിൽ ഇത് കൊണ്ട് കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇല്ല സാർ, ഇല്ല, അവർ കറക്റ്റ് മീറ്ററിലാണ് രണ്ടുപേരും പ്ലേസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അവര് കൊണ്ടുപോകുന്ന തലം ഒരു ഇത്തിരി ഡിഫറെന്റ് തന്നെയാ. അതങ്ങനെ തന്നെ അതിനകത്ത് ഇനി കൂടുതൽ ഇംപ്രവൈസേഷൻ വേണ്ട. ആ സുഖം അങ്ങനെ ഇരിക്കണം. അതൊരു പ്രത്യേകതര സുഖം. നാഹർ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നാഹറിനെ ഉപയോഗിച്ചത് തന്നെ കോമിക്കാണ്. അതായത് അത് എത്രത്തോളം എങ്ങനെയാണ് ആക്ഷേപഹാസ്യത്തെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നാഹറാണല്ലോ ഈ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നിൽക്കുന്നതും അത് മറിയുന്നതും ട്വിസ്റ്റും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ഇതിനെ പ്ലേസ് ചെയ്ത ഒരു സാധനം കാണുമ്പോൾ എങ്ങനെയായിരുന്നു അതിനെ നോക്കിക്കണ്ടത്? ആക്ച്വലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാഹർ എന്നുള്ള കാര്യത്തെ കുറച്ചും കൂടി മനോഹരമായിട്ട് കുറച്ചും കൂടി നല്ല രീതിക്കുള്ളൊരു ആക്ഷേപഹാസ്യമായിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു അത്. പക്ഷേ ഈ ഫിലിം മേക്കർ ഈ നാട്ടിൽ ഇത്രയും നല്ല ഫിലിം മേക്കറിന് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നല്ല സാധനം കൊണ്ടുവരുമ്പോൾ ഒരുപാട് കുറച്ചും കൂടി നല്ല നല്ല പ്രശ്നങ്ങളായിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സെൻസർ ഇഷ്യൂ ഒക്കെ കാരണമാണ് അത് മാറ്റേണ്ടി വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് നാഹറിന് പ്ലേസ് ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി നല്ല രസമായി, അത് കുറച്ചും കൂടി എക്സ്ട്രാ നോട്ടീസബിളായി. പ്രശ്നം ഒഴിവാക്കാനാണ് അത് മാറ്റാൻ പറഞ്ഞെങ്കിൽ പോലും അത് കുറെ കൂടി നല്ല രീതിയിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് സ്ലാപ്സ്റ്റിക് പരിപാടിയായി. ഇപ്പം ഞാൻ അതിന് ഒന്നും കൂടി നല്ല ഫണ്ണി ആയിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടി രസകരമായിട്ടുണ്ട്, ഗെയിമിംഗ് ആയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും എന്ന് കരുതാനല്ലേ? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറെ ആളിലേക്ക് കുറെ കൂടി ഒരു റിയലൈസേഷൻ എത്തിക്കേണ്ട സാധനങ്ങളാണ്. അത് വളരെ രസകരമായിട്ട് ക്രിയേറ്റീവായിട്ട് എത്തിക്കാൻ ആള് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്തും എന്തായാലും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് എല്ലാവർക്കും അറിയാം. ഈ മൂവി കണ്ടവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാലം ഏതായാലും ഈ സാധനങ്ങൾക്കൊന്നും മാറ്റം വരാനും പോകുന്നില്ല. അതിനെ നോക്കിക്കാണുന്ന രീതിയും ആൾക്കാർ എപ്പോഴും അതുണ്ട്. അത് കളയാണ്ടിരിക്കാൻ വേണ്ടി ആൾക്കാർ ഇപ്പോഴും അങ്ങനത്തെ മനോഭാവമുള്ള ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഒരു മനസ്സിലാക്കാനുള്ളൊരു മൂവിയാണ്. അതെ, നമ്മളത്രയും പറഞ്ഞാൽ മതി. ശരണ്യ, മറഡോണയും മൈ നെയിം ഈസ് അഴകനും ഒക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ശരണ്യ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്നെ തോന്നിയത് ഇതിൽ അതേക്കാലമൊക്കെ വളരെ വലിയൊരു കഥാപാത്രത്തെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്. ഇപ്പോൾ സിനിമ എത്രത്തോളം ഹൈയിൽ പോവോ, ബഡ്ജറ്റ് വൈസ് എത്രത്തോളം ലോ പോകുമെന്ന് നമ്മൾ നോക്കേണ്ടത്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആർട്ട് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നൊരു പടമാണ്. ഹാപ്പിനെസ് പറയുന്നുണ്ടെങ്കിലും ആ ഹാപ്പിനെസ് എത്രത്തോളം വലുതാണ്. ഇപ്പം ഇതുവരെ റിലീസായ പടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് അല്ല കിട്ടുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം ഹൈ ആണ് ആ ഹാപ്പിനെസ്? പേഴ്സണലി എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പ്രൊഫഷണലി പഠിക്കാൻ കിട്ടുക. ഐ എം ക്യൂരിയസ് അബൌട്ട് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ന്യൂ ലേണിങ്സ് ആൻഡ് ഓൾ. അപ്പം ഇതുവരെ ചെയ്ത മൂവിയിൽ വെച്ചും എനിക്ക് ഒരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്.
എനിക്ക് എൻ്റെ പെർഫോമൻസ് രീതിയിലാണെങ്കിൽ ഒരുപാട് ക്രാഫ്റ്റ് ഡിസ്കവറീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. എൻ്റെ ഒരുപാട് ഫിയേഴ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇൻ പ്രൊഫഷൻ വൈൽ ആക്ടിങ് വൈൽ പെർഫോമിങ്, അതൊക്കെ ഐ എം ഏബിൾ ടു സെൻസ് ആൻഡ് അവെയർ ആൻഡ് യുനോ അതിനെനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊക്കെ സ്പേസ് കിട്ടി. ഹൗ ടു ബി മോർ പ്രൊഫഷണൽ എന്ന് ഒരു തോട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. റിലാക്സ്ഡ് ആയിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്തു. എന്നും പറഞ്ഞ് ബാക്കിയുള്ള സിനിമകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല, സിനിമ എന്താണെന്നും ഏതാണെന്നൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സിനിമയും നമുക്ക് ഓരോ ലേണിങ്സ് തരും. പക്ഷെ അതിനേക്കാളും വളരെ മനോഹരമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്യാരക്ടറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ക്യാരക്ടറിനെ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ആഴത്തിൽ എനിക്ക് നോക്കിക്കാണാൻ പറ്റി. സിമ്പിളായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം, നമുക്ക് നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ള ലേണിങ്സ് എനിക്ക് ഇവിടെ നിന്ന് തന്നു. അതെനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തരുന്നു. പിന്നെ അതുമാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മൂവിയിൽ പീപ്പിൾ ആർ വെൽക്കമിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ്. അത് ഞാൻ വളരെ കുറവാണ് കണ്ടേക്കുന്നത്. മേ ബി ഞാൻ പുതിയ ആളായതുകൊണ്ടായിരിക്കാം ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ അമച്വർ ആയത് പലരും ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഐ മൈ നോട്ട് ഗുഡ് എന്നുള്ള ഉള്ളിൽ നമുക്ക് ഇതൊക്കെ തോന്നും. പക്ഷേ ഇല്ല, ഇവിടെ പീപ്പിൾ ആർ വെരി പ്രൊഫഷണൽ ആൻഡ് അവർ നമ്മളെയും പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മുടെ ഓരോ തോട്ട്, ക്രിയേറ്റീവ് തോട്ട്, സജഷൻ എല്ലാം അവർ കേട്ട് മാനിച്ചിട്ടാണ്, ഈവൻ ഇഫ് ദാറ്റ് ഇസ് റോങ്, ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, എന്നാൽ പോലും അത് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ റോങ് ആണെന്നൊരു ഇത് തരാണ്ടാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ പറയാണ്ട് പഠിപ്പിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ഐ ആം പ്രൊഫഷണൽ ആക്ടർ. യാ, അപ്പോൾ അതെനിക്ക് സെറ്റ് തന്നു. ആൻഡ് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മേക്സ് മീ ഫീൽ വെരി പ്രൗഡ്. ചില ആംഗിൾസിൽ നിങ്ങൾക്ക് നല്ല പൊക്കം തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും പൊക്കമുണ്ടെന്ന് നേരിട്ട് പൊക്കമുണ്ടെന്ന് തോന്നാത്ത ഒരാള് അതെയോ അതിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പൊക്കമുണ്ട്, ആവശ്യത്തിന് പൊക്കമുണ്ട്. അതെ, ഭയങ്കര അതെ അതെ ഭയങ്കര രസമായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ആംഗിൾസ് ഒക്കെ ഫിക്സ് ചെയ്തവർക്കും നന്ദിയുണ്ട്. അപ്പം ആ പൊക്കം അങ്ങനെ തന്നെ തുടരട്ടെ. ആക്ച്വലി എന്റെ ഈ മൂവിയിൽ മറഡോണയാണ് ഇപ്പോൾ എന്നെ പൊക്കം കുറച്ചാ കാണിച്ചേക്കുന്നത്. ആദ്യമായിട്ടാ എന്റെ പൊക്കം എന്റെ സൗന്ദര്യം എല്ലാം നന്നായിട്ട് കാണിച്ചേക്കുന്നത്. സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ സുന്ദരിയായിട്ട് ഞാൻ ഇരിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്രയും രസമായിട്ട് സുന്ദരിയായിട്ട് കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഒരു സിനിമയുടെ ക്യാരക്ടറിന് നമ്മുടെ മനസ്സിനകത്ത് ഒരാളെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നത് അതാണ് ശരിക്കും ഫീൽ ചെയ്യുന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ നേരിട്ട് സുന്ദരി അല്ലെന്നല്ല കേട്ടോ, ഭയങ്കര സുന്ദരിയാണ്. ഓക്കെ, താങ്ക് യു. സംസാരിക്കാൻ നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഡീകോഡ് ചെയ്യാം. തീർച്ചയായിട്ടും. താങ്ക് യു.